Hello everyone, welcome to my YouTube channel. This is my first video on YouTube. So let me introduce myself. My name is Fatima. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി പറഞ്ഞിട്ട് ആദ്യം തുടങ്ങാമല്ലേ. ഞാനിവിടെ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ വന്നിട്ടൊരു ഏകദേശം 7 മാസമായി. ഇവിടെ ഹെസൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഒരു സ്റ്റുഡൻറ്റ് ഹോമിലാണ് ഞാൻ താമസിക്കുന്നത്. ആക്ച്വലി ഞാൻ കുറച്ച് നെർവസാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസൊക്കെ ചെയ്തൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു കൈൻഡ് ഓഫ് വിയർഡ്നെസ്സും എൻ്റെ തന്നെ വോയിസ് കേൾക്കുമ്പോൾ ഒരു ബോറൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ദാറ്റ്സ് ടോട്ടലി ഫൈൻ. ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അങ്ങനെ ആ ഒരു സെൻസിൽ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇടണം എന്തൊക്കെ ഇടണ്ട എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. പൊതുവേ യൂണിവേഴ്സിറ്റി ഉള്ള ദിവസങ്ങളിലാണ് എനിക്ക് പേഴ്സണലി കാമായിട്ടും പീസ്ഫുള്ളായിട്ടൊക്കെ തോന്നാറ്. ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ എൻ്റെ തീർന്നു പോയിട്ടുള്ള ഗ്രോസറീസ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലോണ്ട്രി ചെയ്യാനാണെങ്കിലും ഞാൻ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണികളുണ്ടാവും ഈ ദിവസങ്ങളിൽ. ഞാൻ കുറേ കാലമായിട്ട് വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം, അതിൽ വീഡിയോ എഡിറ്റ് ചെയ്തിടണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്താൽ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും പക്ഷേ ഒരു വില്ലനെ പോലെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. സംസാരിക്ക്, കൈയെടുക്ക്, ഏയ് ഒന്നല്ല, ഞാൻ വെറുതെ വീഡിയോ എടുക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ബോഡി മിസ്റ്റും ഹെയർ സ്പ്രേയും കൂടെ ഒരുമിച്ചുള്ള അങ്ങനത്തെ ഒരു സാധനം. ഞാൻ നാട്ടിൽ നിന്ന് ഓടുന്ന 1 ലിറ്ററിൻ്റെ ഒരു ഷാമ്പു ഉണ്ടേനെ, അത് തീരണില്ല. അത് കേടന്നിട്ട് തോന്നുന്നു. കുറേ ഞാൻ ഒറ്റയ്ക്ക് യൂസ് ചെയ്ത തീരണ്ടേ. എല്ലാ ദിവസത്തിൻ്റെ എൻഡിങ്ങിലും ഞാൻ 2 കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറ്. അതിലൊന്ന് ടു ഡു ലിസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഡേയും മറ്റൊന്ന് ജേർണലിങ്ങുമാണ്.
ജേർണലിംഗ് കൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ടീച്ചേഴ്സ് നമ്മളോട് എപ്പോഴും പറയാറില്ലേ, നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് എന്നും ഡയറി എഴുതണം, അതൊരു ശീലമാക്കണം എന്നൊക്കെ. ആ ഡയറി എഴുത്തിനെ തന്നെയാണ് നമ്മൾ ഇന്നൊരു ഫാൻസി വേർഡ് ഉപയോഗിച്ച് ജേർണലിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഈ ഡയറി എഴുത്ത് കൊണ്ടുള്ളൊരു ഗുണം തോന്നിയത്, നമ്മളിപ്പോൾ നമ്മളുടെ എല്ലാ ഇമോഷൻസും നമ്മളുടെ തോട്ട്സും ഡെയിലി നടന്നിട്ടുള്ള സാഡായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചമ്മിപ്പോയ കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാറ് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തല്ലേ. അതേപോലെ ഡയറി എഴുതി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ആരോ കേട്ട പോലെയും എന്നെ കേൾക്കാൻ ആരോ ഉള്ള പോലെയും, അതേപോലെ എൻ്റെ മനസ്സിലെ ഭാരങ്ങളും എല്ലാം ഒന്ന് ഒഴിഞ്ഞൊന്ന് ഒരു റിലീഫായ പോലെ തോന്നാറുണ്ട്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ടു ഡു ലിസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഡേ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ പൊതുവേ അങ്ങനെ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല എൻ്റെ ടു ഡു ലിസ്റ്റിൻ്റെ നോട്ട് പാഡിൽ എഴുതി വെക്കാറ്. ചിലപ്പോൾ ഒരാളെ വിളിക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇന്ന സാധനം കൊണ്ടുപോകണം എന്നായിരിക്കാം. അതേപോലെ 2 വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല പ്രോജക്റ്റിൻ്റെ ഡെഡ് ലൈൻ വരുന്നുണ്ടെങ്കിലോ അതൊക്കെ നമുക്കിതിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആയ പോലെയും എൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാം നോക്കി നടത്തുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉള്ളിലുണ്ടാവാറുണ്ട്. അത് നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് തരുന്നത്. ഏതായാലും 2025 എനിക്ക് ബെസ്റ്റ് ഇയർ ആവട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെയും ഈ ഒരു വർഷം നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.